ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. ഇന്ന് നമുക്കൊരു തായ് ഫുഡ് ഉണ്ടാക്കിയാലോ? ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാഡ് തായ് നൂഡിൽസ് ആണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണല്ലോ പാഡ് തായ്. അപ്പോൾ ഇത് വളരെ എളുപ്പം നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. ഇതിനകത്ത് സോസ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ശർക്കരയും വാളംപുളിയും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു സോസാണ്. തന്നെയുമല്ല, ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു 10 മിനിറ്റ് എടുക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്ന വീട്ടമ്മമാർക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നോക്കിയാലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. പാഡ് തായ് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് റൈസ് നൂഡിൽസ് ആണ്. ഇത് നമുക്ക് പല സൈസിൽ കിട്ടും. സ്മോൾ, മീഡിയം, ലാർജ് ഇങ്ങനെ പല സൈസിൽ കിട്ടും. അതിനകത്ത് മീഡിയമാണ് ഒന്നുകൂടെ നല്ലത്. സ്മോൾ എടുത്തു കഴിഞ്ഞാൽ അത് വളരെ തിന്നായിരിക്കും. അതുകൊണ്ട് ഞാൻ സാധാരണ ഉണ്ടാക്കുന്നത് മീഡിയം സൈസുള്ള റൈസ് നൂഡിൽസ് ഉപയോഗിച്ചാണ്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ഷ്രിമ്പാണ്. ഇത് ഒരു 8 ഔൺസ് ഷ്രിമ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഷ്രിമ്പിന് പകരം നമുക്ക് വേണമെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബോൺലെസ് ചിക്കൻ തായ്, അല്ലെങ്കിൽ ഇത് രണ്ടും മിക്സ് ചെയ്തും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഷ്രിമ്പും ചിക്കനും മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് സ്പ്രിംഗ് ഒനിയനാണ്. ഇവിടെ ഞാനൊരു 4 തണ്ട് സ്പ്രിംഗ് ഒനിയനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിങ്ങനെ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് വെക്കണം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ബീൻസ് സ്പ്രൗട്ടാണ്. ഇത് ഏകദേശം ഒരു 1.5-2 കപ്പോളമുണ്ട്. ഇത് ആദ്യം നമ്മൾ മിക്സ് ചെയ്യാനും വേണം, പിന്നെ കുറച്ച് അവസാനം ഗാർണിഷ് ചെയ്യാൻ നേരത്തും കുറച്ച് ആവശ്യമുണ്ട്. അപ്പോൾ അത് രണ്ടിനോടെ കൂടിയാണ് ഞാനിവിടെ 2 കപ്പ് ബീൻസ് സ്പ്രൗട്ട് എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഷാലറ്റ്, അതായത് ഇങ്ങനെ ചെറിയ ഒരു ഉള്ളി ഉണ്ടല്ലോ, അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതില്ലെങ്കിൽ നമുക്ക് സവോളയുടെ ഒരു 4-1 ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. പിന്നെ വേണ്ടത് ഫിഷ് സോസ് ആണ്. ഇതൊരു 3 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ കടകളിൽ ഈ ഏഷ്യൻ ആയിലിൽ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ കുറച്ച് സോയ് സോസ് വേണം. ഇതും 3 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് വേണ്ടത് ശർക്കര. ഇത് 3 ടേബിൾ സ്പൂൺ ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതില്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ഇതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ കുറച്ച് ടാമരിൻത് പേസ്റ്റ്, നമ്മുടെ വാളംപുളിയുടെ പേസ്റ്റാണ്. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ നമുക്കിത് കുറച്ച് വാളംപുളി വെള്ളത്തിലിട്ടിട്ട് അത് അരച്ചെടുത്താലും മതി. ഇത് ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഹാട്ട് സോസാണ്. ഇത് 1 ടേബിൾ സ്പൂൺ ഹാട്ട് സോസാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയോ കുറച്ചോ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് റോസ്റ്റഡ് പീനട്ടാണ്. അത് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് റോസ്റ്റഡ് ആയിട്ട് ഒന്നുകിൽ മേടിക്കാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ റോസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഒരു 3 മുട്ട വേണം. അത് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് നമ്മുടെ നൂഡിൽസിനകത്ത് ഉപയോഗിക്കാനുള്ളതാണ്. പിന്നെ കുറച്ച് ഓയിലും. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് നമ്മുടെ പാഡ് തായ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇതിനൊട്ടും തന്നെ സമയം എടുക്കത്തില്ല. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ആദ്യം തന്നെ നമുക്ക് നൂഡിൽസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പാക്കറ്റിലെ പകുതി നൂഡിൽസാണ്. ഒരു 16 ഔൺസാണ് 1 പാക്കറ്റിൽ വരുന്നത്. അതിൻ്റെ പകുതി 8 ഔൺസാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് കുറച്ച് വെള്ളത്തിലിട്ടൊന്ന് സോക്ക് ചെയ്യണം. നമ്മൾ വെള്ളം എടുക്കുമ്പോഴത്തേനും ചെറു ചൂടുള്ള വെള്ളമാണ് എടുക്കേണ്ടത്. അതിനകത്ത് നമ്മൾ അങ്ങോട്ട് സോക്ക് ചെയ്ത് വെക്കണം. ഒരു 10 മിനിറ്റൊക്കെ സോക്ക് ചെയ്താൽ മതി. നമ്മൾ ഇതിട്ട് തിളപ്പിക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ ഇത് വളരെ അങ്ങ് വെന്ത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ചൂടുവെള്ളത്തിൽ മാത്രം ചെറുതായിട്ട് സോക്ക് ചെയ്ത് വെച്ചാൽ മതി. അത് സോക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് വളരെ സോഫ്റ്റ് ആയിരിക്കും. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സോസുകളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ ഫിഷ് സോസ് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന സോയ് സോസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ജാഗരി അല്ലെങ്കിൽ ശർക്കര അതോടെ അതിനകത്തേക്ക് ഇടാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിന് പകരം നമുക്ക് ബ്രൗൺ ഷുഗർ ഉപയോഗിക്കാം. പിന്നെ ടാമറിൻ പേസ്റ്റ്, പുളിയുടെ പേസ്റ്റ്, പിന്നെ ഹാട്ട് സോസ് 1 ടേബിൾ സ്പൂൺ ഹാട്ട് സോസ് എടുത്ത് വെച്ചിരുന്നത് അതുകൂടെ ഇതിനകത്തേക്ക് ഇടുകയാണ്. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ ഒരു കുറച്ച് വെള്ളം കൂടെ, ഒരു 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം. നമ്മൾ ഇട്ടിരുന്ന ശർക്കരയും അതെല്ലാം നന്നായിട്ട് മിക്സായി വരണം. ഇത് നമ്മുടെ സോസ് ഇപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളിനി ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഷ്രിമ്പ് ഇതിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ വേറെ മാരിനേറ്റ് ഒന്നും ചെയ്യുന്നില്ല. കാരണം നമ്മളുടെ സോസുകളൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ഇതിനകത്തേക്ക് ടേസ്റ്റ് വന്നോളും. അതുകൊണ്ട് വേറെ മാരിനേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഷ്രിമ്പ് ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് ഒരു 2-3 മിനിറ്റ് നമ്മളിതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ നല്ല പിങ്ക് കളറാകും. അന്നേരം അത് റെഡിയാവും.
അപ്പോൾ ഇതിന് ഒത്തിരി കുക്കിംഗ് ഒന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഷ്രിമ്പിന് അധികം കുക്കിംഗ് ഒന്നുമില്ല, അത് പെട്ടെന്ന് തന്നെ റെഡി ആവുന്നതാണ്. ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് അതൊന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഓയിലൊക്കെ അങ്ങ് ഡ്രെയിൻ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇപ്പോൾ ഞാനത് മാറ്റുകയാണ്. പിന്നെ ഈ പാനിൽ തന്നെയാണ് നമ്മൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത്. ഇത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഷാലറ്റ്സ് ആണ്. അത് നമ്മൾ ആ സെയിം ഓയിലിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യണം. എടുത്തു വെച്ചിരുന്ന ബീൻ സ്പ്രൗട്ട് ഇപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ ഫ്ലെയിം നല്ല ഹൈ ആക്കി വെക്കണം. സാധാരണ ചൈനീസ് ഫുഡും തായ് ഫുഡും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടാണ് ഉണ്ടാക്കുന്നത്. അടുത്തായി നമ്മൾ എടുത്തു വെച്ചിരുന്ന സ്പ്രിംഗ് ഒനിയനോടെ ഈ സമയത്ത് അതിനകത്തേക്ക് അങ്ങോട്ട് ആഡ് ചെയ്യാം. ഇല ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്യണം. അത് ചെറുതായിട്ട് 1 മിനിറ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന റൈസ് നൂഡിൽസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് കണ്ടോ, ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഡ്രെയിൻ ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മിക്സിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. വളരെ സോഫ്റ്റാണ് കേട്ടോ ഈ സമയത്ത്. നൂഡിൽസ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന സോസ് ഈ സമയത്ത് ഇതിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതോടെ ഒഴിച്ചതിന് ശേഷം എല്ലാം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഈ സോസ് ഇതിൻ്റെ ഈ നൂഡിൽസിൻ്റെ എല്ലാ സൈഡിലും നന്നായിട്ട് പറ്റണം. ആ വിധത്തിൽ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് ഒരു സോസ് കിടക്കും. അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ നൂഡിൽസ് അതൊക്കെ അത് അബ്സോർബ് ചെയ്തോളും. പിന്നെ നമ്മൾ കുറച്ച് പീനട്ട് ക്രഷ് ചെയ്ത് വെച്ചിരുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ ഈ സമയത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതോടെ ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മുടെ സോസിൽ കിടന്ന് ഈ നൂഡിൽസൊക്കെ നന്നായിട്ട് അങ്ങ് വെന്തോളും. അങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഇതിലോട്ട് പിടിക്കുന്നത്. ഇതെല്ലാം പിടിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് എഗ്ഗൊക്കെ ഇതിനകത്തേക്ക് സ്ക്രാമ്പിൾ ചെയ്തിടാനുണ്ട്. നമുക്ക് ഈ പാനിൽ തന്നെ വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ വേറൊരു പാനിനകത്തേക്കും ചെയ്യാവുന്നതാണ്. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മുടെ സോസൊക്കെ നൂഡിൽസിലേക്ക് നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ വേറൊരു പാനിനകത്തേക്ക് ഒരു 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന 3 എഗ്ഗ് അത് ഇതിനകത്തേക്ക് ഉടച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. ഇതിനകത്ത് നമ്മൾ വേറെ ഉപ്പോ കുരുമുളകോ അങ്ങനെ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. ഇത് ജസ്റ്റ് പ്ലെയിനായിട്ട് നമ്മളിതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അതുകൂടെ എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന നൂഡിൽസിന് മിക്സിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം നന്നായി സ്ക്രാമ്പിൾ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നൂഡിൽസിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ആദ്യം തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഷ്രിമ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എഗ്ഗും നമുക്ക് ഈ സമയത്ത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതെല്ലാം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പാട്ടായി ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എല്ലായിടത്തും എത്തണം, അതുപോലെ നന്നായിട്ട് ഇത് അങ്ങോട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. എഗ്ഗും ഷ്രിമ്പും എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് ഡിഷിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഞാൻ ഉണ്ടാക്കിയിരുന്ന പാട്ടായി മുഴുവൻ തന്നെ ഈ ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാം, ഇല്ലെങ്കിൽ ഇതെങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ക്രഷ്ഡ് പീനട്ട് ഇട്ട് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അതൊരു 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഇടാം. പിന്നെ നമ്മൾ കുറച്ച് അതിൻ്റെ സൈഡിൽ ഇതുപോലെ വെച്ചിരിക്കണം. പിന്നെ കുറച്ച് ക്രഷ്ഡ് പെപ്പറും പിന്നെ കുറച്ച് ബീൻ സ്പ്രൗട്ട് പിന്നെ കുറച്ച് സ്പ്രിംഗ് ഒനിയനും ഇതുപോലെ നമ്മൾ സൈഡിൽ വെച്ചിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു നാരങ്ങയുടെ പീസ് അതും ഇതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കണം. നമ്മൾ കഴിക്കാൻ റെഡി ആകുമ്പോൾ അത് നമ്മൾ സ്ക്വീസ് ചെയ്ത് കഴിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ ലൈം അതിനകത്തേക്ക് സ്ക്വീസ് ചെയ്ത് ഒഴിക്കണം. അപ്പോൾ അതിന് നല്ലൊരു ഫ്ലേവർ വരും. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന പീനട്ടിൻ്റെ പീസസും പിന്നെ ക്രഷ് പെപ്പറും പിന്നെ കുറച്ച് ബീൻ സ്പ്രൗട്ടും പിന്നെ സ്പ്രിംഗ് ഒനിയനും ഇതെല്ലാം കുറച്ചുകൂടെ ഇട്ടതിന് ശേഷം നമ്മൾ ഇതെല്ലാം കൂടെ അത് മിക്സ് ചെയ്ത് അങ്ങ് കഴിക്കണം. ഇങ്ങനെ ഒരു ചോപ്സ്റ്റിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നവർ അങ്ങനെ ഉപയോഗിക്കുക, അല്ലാത്തവർ നമുക്ക് ഫോർക്ക് ഉപയോഗിച്ച് അങ്ങ് കഴിക്കാം. എല്ലാവരും കണ്ടല്ലോ അല്ലേ എങ്ങനെയാണ് പാട്ടായി നൂഡിൽസ് ഉണ്ടാക്കുന്നതെന്ന്? എളുപ്പമല്ലേ? നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് വേറെ വീഡിയോയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്.
ബൈ ഫോർ നൗ.